മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോനാഥൻ നിങ്ങളെല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളിൽ അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, അവിടെ നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ചൈതന്യം ഈ നോമ്പിൻ്റെ ദിവസത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ഈശോ കടന്നു വരുമ്പോൾ അവിടെയുള്ളവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ തർക്കിക്കുന്നതെന്ന് ഈശോ ചോദിക്കുമ്പോൾ ഒരുവൻ പറയുകയാണ്, എൻ്റെ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. പിശാച് ബാധിതനായ അവനെ സുഖപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ് ഈ ശിഷ്യന്മാർ. പക്ഷേ ഈ നിമിഷം ഈ പിശാച് ബാധിതനായ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ പരാജയം ആരംഭിക്കുന്നിടത്ത് നോമ്പാരംഭം കുറിക്കുക. പഴയതുപോലെ പ്രാർത്ഥനകളൊന്നും ഫലിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് പഴയതുപോലെ പ്രാർത്ഥനകൾ ഫലിക്കുന്നുണ്ടോ, പഴയതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തുമാത്രം തീഷ്ണത നമുക്കുണ്ട്? ആ തീഷ്ണത നിലനിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? അതോ പലപ്പോഴും പ്രാർത്ഥനയിൽ തീഷ്ണത നഷ്ടപ്പെട്ട് പ്രാർത്ഥന പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? പരിശോധിച്ച് നോക്കി. പ്രാർത്ഥനാ ജീവിതത്തിൽ തീഷ്ണത നേടിയെടുക്കാനായിട്ട് നോമ്പിൻ്റെ ഈ ദിവസത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഈശോയുടെ വിശ്വാസമില്ലാത്ത തലമുറയെ എന്ന് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിവില്ല എന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം. തകർന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ വിശ്വാസത്തിൽ തളർച്ച നേരിട്ടു എന്ന് ദൈവത്തോട് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പ് നമ്മുടെ വിശ്വാസത്തെ കൂടെ ഒന്ന് പരിശോധിച്ചറിയാനുള്ള ദിനങ്ങളാണ് എന്ന് തിരിച്ചറിയുക. ഈ ദിവസം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. എനിക്ക് കഴിയുന്നില്ല, വിശ്വാസത്തിൽ കുറവുണ്ട് എന്ന് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചു പറയുന്ന ആ ഹൃദയത്തിൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. വിശ്വാസത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഈ ദിവസം നമുക്ക് ഏറ്റുപറയാം. അതുപോലെ തന്നെ ഈശോനാഥൻ പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ പിശാചിനെ പുറത്താക്കുക അസാധ്യമെന്ന്. പ്രാർത്ഥനയില്ലാത്ത ആത്മീയാഭ്യാസങ്ങളൊക്കെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ മാറ്റണം. നീ ഇറച്ചി, മീന്, പാല്, മുട്ട എന്നിവയൊക്കെ ഉപേക്ഷിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയില്ല എങ്കിൽ പ്രാർത്ഥനയില്ലാത്ത ഈ ആത്മീയാഭ്യാസങ്ങളൊക്കെ പാഴാം. പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ എടുത്താലും അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രാർത്ഥന നിൽക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ തളർച്ചയുണ്ട് എങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിൻ്റെ ആത്മീയ അഭ്യാസങ്ങളൊക്കെ പാഴാം. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും പരിശോധിച്ച് പ്രാർത്ഥനയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് തയ്യാറാകാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നിർവീര്യമാകട്ടെ. ശാപശക്തികൾ നിർവീര്യമാകട്ടെ. ദുഷ്ടാരൂപികൾ നിർവീര്യമാകട്ടെ. ഈശോയെ, അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും വളരുവാൻ ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.